എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപഫലത്തെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപപ്രഭാവം നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയും. വൈദ്യുത പ്രവാഹത്തിന്റെ താപപ്രഭാവം എന്താണ്? വൈദ്യുതോർജ്ജത്തെ താപ ഊർജ്ജമാക്കി മാറ്റുന്നതിനെ വൈദ്യുത പ്രവാഹത്തിന്റെ താപപ്രഭാവം എന്ന് വിളിക്കുന്നു. ഒരു വൈദ്യുത പ്രവാഹം ഒരു കണ്ടക്ടറിലൂടെ കടന്നുപോകുമ്പോൾ അത് കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രോണുകളുടെ ചലനം മൂലം താപം സൃഷ്ടിക്കുന്നു. വൈദ്യുത ഊർജ്ജത്തിന്റെ ഒരു ഭാഗം താപ ഊർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കണ്ടക്ടറുടെ റെസിസ്റ്റീവ് സ്വഭാവം കാരണം താപം ഉണ്ടാകുന്നു. വൈദ്യുത പ്രവാഹത്തിന്റെ താപപ്രഭാവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇലക്ട്രിക് ഇരുമ്പ്, കെറ്റിൽ, ടോസ്റ്റർ, ഹീറ്റർ, ഇൻകാൻഡസന്റ് ലാമ്പുകൾ എന്നിവ താപപ്രഭാവം ഉപയോഗിക്കുന്നു. വൈദ്യുതധാരയുടെ ഈ ചൂടാക്കൽ പ്രഭാവം 3 വ്യത്യസ്ത ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കണ്ടക്ടറുടെ പ്രതിരോധം. ഉയർന്ന പ്രതിരോധം കൂടുതൽ ചൂട് സൃഷ്ടിക്കപ്പെടുന്നു. കറണ്ട് ഫ്ലോയുടെ സമയദൈർഘ്യം. വൈദ്യുതധാര കൂടുതൽ സമയം ഒഴുകുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കൂടുതലായിരിക്കും. വൈദ്യുത പ്രവാഹത്തിന്റെ ഉയർന്ന പ്രവാഹം, ഉയർന്ന താപ ഉൽപ്പാദനം. പ്രായോഗികമായി വൈദ്യുത പ്രവാഹത്തിന്റെ താപപ്രഭാവം നമുക്ക് നിർണ്ണയിക്കാം. 0.5 mm വ്യാസവും 500 mm നീളവുമുള്ള ഒരു നിക്രോം വയർ എടുക്കുക. 40 മില്ലിമീറ്റർ അകലത്തിൽ തടി ബോർഡിൽ 2 ബനാന ടൈപ്പ് ടെർമിനൽ ശരിയാക്കുക. ടെർമിനലുകൾക്കിടയിൽ നിക്രോം വയർ ബന്ധിപ്പിക്കുക. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറോ വേരിയാക്കോ ബന്ധിപ്പിക്കുക. 0 മുതൽ 270 വോൾട്ട് വരെ, 0 മുതൽ 5 amps വരെയുള്ള മൂവിംഗ് അയൺ അമ്മീറ്റർ, നിക്രോം വയർ എല്ലാം സീരീസിൽ. ഓട്ടോ ട്രാൻസ്ഫോമറോ വേരിയക്കോ അതിന്റെ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്ത് സൂക്ഷിക്കുക. ഓട്ടോ ട്രാൻസ്ഫോമറോ വേരിയക്കോ ഓണാക്കുക. അമ്മീറ്റർ 1 amps കാണിക്കുന്നതുവരെ വോൾട്ടേജ് ക്രമേണ വർദ്ധിപ്പിക്കുകയും കുറച്ച് നിമിഷങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുക. ഇപ്പോൾ വോൾട്ടേജ് വേരിയക്കിലെ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിലേക്ക് കുറയ്ക്കുക. വേരിയക് സ്വിച്ച് ഓഫ് ചെയ്യുക. നിക്രോം വയർ സ്പർശിച്ച് ചൂട് അനുഭവിക്കാൻ ശ്രമിക്കുക. മുന്നറിയിപ്പ്: വെറും കൈകൊണ്ട് വയർ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് പൊള്ളലേറ്റേക്കാം. വീണ്ടും വേരിയക് സ്വിച്ച് ഓണാക്കി അമ്മീറ്റർ 2 ആമ്പുകൾ കാണിക്കുന്നതുവരെ വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. കുറച്ച് നിമിഷങ്ങൾ കാത്തിരിക്കുക. വൈദ്യുത പ്രവാഹത്തിലെ ഓരോ മാറ്റത്തിനും താപം ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള സമയദൈർഘ്യം തുല്യമായിരിക്കണം. വേരിയക് അതിന്റെ പ്രാരംഭ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. വയറിൽ സ്പർശിച്ച് ചൂടനുഭവിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 amps കറണ്ട് ഫ്ലോ കഴിഞ്ഞ് വയറിൽ തൊടുമ്പോൾ മുൻപത്തേതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് വയറിലൂടെയുള്ള കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന താപവും വർദ്ധിക്കും. ഒരു വൈദ്യുത പ്രവാഹം ഉൽപ്പാദിപ്പിക്കുന്ന താപീകരണ പ്രഭാവം I പ്രതിരോധത്തിന്റെ ഒരു ചാലകത്തിലൂടെ R ഒരു സമയത്തേക്ക് T നൽകുന്നത് H ഈസ് ഈക്വൽ ടു I/RT ആണ്. ഈ സമവാക്യം ജൂളിന്റെ ഇലക്ട്രിക്കൽ താപീകരണത്തിന്റെ സമവാക്യമാണ്. വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തിന്റെ അളവ് എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 500 ohms പ്രതിരോധമുള്ള ഒരു റെസിസ്റ്റർ R എടുക്കുക. ഒരു 12 വോൾട്ട് ബാറ്ററി, മൂവിംഗ് കോയിൽ, അമ്മീറ്റർ റീഡിംഗ് 0 മുതൽ 50 മില്ലി ആംപിയർ വരെ ബന്ധിപ്പിക്കുക. കൂടാതെ S എല്ലാം റെസിസ്റ്റർ R ഉപയോഗിച്ച് ശ്രേണിയിൽ മാറ്റുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 30 വോൾട്ട് വരെയുള്ള മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടച്ച് സർക്യൂട്ടിനെ ഊർജ്ജസ്വലമാക്കുന്നു. സർക്യൂട്ട് 60 സെക്കൻഡ് നേരത്തേക്ക് നിലനിർത്താൻ അനുവദിക്കുക. അതേസമയം ടാബുലേഷനിലെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് കണക്കാക്കാം. ഉൽപ്പാദിപ്പിക്കുന്ന താപം ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു സമയം. H ഈസ് ഈക്വൽ ടു P ഇൻറ്റു T. പകരം P ഈസ് ഈക്വൽ ടു VI. അങ്ങനെ ഫോർമുല മാറുന്നു. H ഈസ് ഈക്വൽ ടു VIT. പകരം V ഈസ് ഈക്വൽ ടു IR. ഓമിന്റെ നിയമം അനുസരിച്ച് H ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ഇൻറ്റു I ഇൻറ്റു T. അതിനാൽ മുകളിൽ പറഞ്ഞ പോലെ ഫോർമുല ഇങ്ങനെ എഴുതാം. H ഈസ് ഈക്വൽ ടു I⁻² ഇൻറ്റു R ഇൻറ്റു T. കറണ്ട് Iയുടെ മൂല്യം ടാബുലേഷനിൽ നിന്ന് 0.024 ആയും Rന് 500 ഓമും Tക്ക് 60 സെക്കൻഡായും പകരം വയ്ക്കുക. H ഈസ് ഈക്വൽ ടു 0.024 2 ഇൻറ്റു
500 ഇൻറ്റു 60. H ഈസ് ഈക്വൽ ടു 17.28 ജൂൾസ്. ഈ റെസിസ്റ്റർ സൃഷ്ടിക്കുന്ന താപം 17.28 ജൂളാണ്. 100 സെക്കൻഡ് നേരത്തേക്ക് സർക്യൂട്ട് ഓണാക്കിയിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ സമവാക്യം ഇങ്ങനെ എഴുതാം: H ഈസ് ഈക്വൽ ടു I റൈസ് ടു 2 ഇൻറ്റു R ഇൻറ്റു T. H ഈസ് ഈക്വൽ ടു 0.024 റൈസ് ടു 2 ഇൻറ്റു 500 ഇൻറ്റു 100. H ഈസ് ഈക്വൽ ടു 28.8 ജൂൾസ്. സമയം കൂടുന്തോറും ഉൽപ്പാദിപ്പിക്കുന്ന താപവും വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 12 വോൾട്ട് ബാറ്ററി 24 വോൾട്ട് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. സ്വിച്ച് എസ് അടച്ച് സർക്യൂട്ട് 60 സെക്കൻഡ് ഓണായി നിൽക്കട്ടെ. ടാബുലേഷനിൽ നിന്നുള്ള റീഡിംഗുകൾ ശ്രദ്ധിക്കുക. കറണ്ട് ഐയുടെ മൂല്യം ടാബുലേഷനിൽ നിന്ന് 0.048 ആയും ആറിന് 500 ഓമും ടിക്ക് 60 സെക്കൻഡായും പകരം വയ്ക്കുക. H ഈസ് ഈക്വൽ ടു I റൈസ് ടു 2 ഇൻറ്റു R ഇൻറ്റു T. H ഈസ് ഈക്വൽ ടു 0.048 റൈസ് ടു 2 ഇൻറ്റു 500 ഇൻറ്റു 600. H ഈസ് ഈക്വൽ ടു 69.12 ജൂൾസ്. റെസിസ്റ്ററിലൂടെയുള്ള വൈദ്യുതധാരയും വർദ്ധിക്കുന്നതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം വർദ്ധിക്കുന്നു. നന്ദി. നിങ്ങൾക്കൊരു അത്ഭുതകരമായ ദിവസമുണ്ട്.